ദൈവം മനുഷ്യരോട് സംസാരിച്ചിരുന്നത് പ്രവാചകന്മാരിൽ കൂടിയായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ദൂതന്മാരിൽ കൂടിയും സംസാരിക്കാറുണ്ട്. യഹൂദിയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ അകലെയായി നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് രാജാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ജോസഫ് എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് മറിയ എന്ന പേരോട് കൂടിയ കന്യകയുമായി വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. നിർമ്മലവും നിഷ്കളങ്കത നിറഞ്ഞ ഹൃദയത്തോടു കൂടിയതും ദൈവവിശ്വാസിയും ആയിരുന്നു മറിയ. അക്കാലത്ത് സ്ത്രീകളെല്ലാവരും തന്നെ പ്രാർത്ഥനയിൽ മറിയയുടെ ശരീരവും ആത്മാവും ബലപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദൈവം ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുത്തേക്ക് അയച്ചു. ഒരു ദിവസം മറിയ വീട്ടുജോലികളിൽ വ്യാപൃതയായി ഇരിക്കുകയായിരുന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഞാൻ പുരുഷനെ അറിയാക്കിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അക്കാലത്ത് ജോസഫ് എന്നൊരു ചെറുപ്പക്കാരൻ ബേത്ലഹേം പട്ടണത്തിൽ നിന്നും നസറത്തിൽ വന്ന് പാർക്കുകയായിരുന്നു. ജോസഫ് ഒരു ഗ്രാമീണ മരപ്പണിക്കാരനായിരുന്നു. ഉളിയും കൊട്ടുവടിയും വാളും ചിന്തേരുമായി മേശയും കസേരയും കലപ്പയും നുകവും ഉണ്ടാക്കി നാട്ടുകാർക്ക് നൽകി കൂലി വാങ്ങി കുടുംബത്തെ പോറ്റുന്ന ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. കഠിനാധ്വാനത്തിൽ കളങ്കമില്ലാത്ത സന്തോഷം അനുഭവിച്ചു വന്ന ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം കഠിനാധ്വാനത്തിന് ശേഷം അർദ്ധനിദ്രയിലായിരുന്ന സമയം സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദാവീദിന്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം.
സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും പേരും എണ്ണവും നൽകി കാനേശുമാരിയിൽ ഭാഗവാക്കാവേണ്ടതിനായി താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ട് യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. ജോസഫും മറിയയും പട്ടണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വഴിയമ്പലങ്ങളെല്ലാം ജനനിബിഡമായി തീർന്നു. ജോസഫ് പൂർണ്ണ ഗർഭിണിയായ മറിയയും കൊണ്ട് വിശ്രമിക്കാൻ ഒരു സ്ഥലത്തിനായി അന്വേഷിച്ചു നടന്നു. നേരം സന്ധ്യയായി. വാസയോഗ്യമായ ഒരു സ്ഥലവും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞതിനാൽ മുന്നോട്ടുള്ള പ്രയാണം അവർക്ക് ദുർഘടമായി തീർന്നു. അവസാനം അവർ ഒരു പശുത്തൊഴുത്ത് കണ്ടെത്തി. കന്നുകാലികൾക്ക് പുല്ലും കച്ചിയും ഇട്ടുകൊടുക്കുന്ന പശുത്തൊട്ടിയിൽ പുല്ലുകൾ അടുക്കി വെച്ചിരുന്ന ഭാഗം അവർ വിശ്രമത്തിനായി തെരഞ്ഞെടുത്തു. സമയം ഏറെയായി. കോടാനുകോടി നക്ഷത്രങ്ങൾ ഭൂമിയെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്ന ശബ്ദരഹിതമായ ആ രാത്രി വളരെ ശാന്തമായിരുന്നു. ഈറൻ മഞ്ഞ് പെയ്തിറങ്ങുന്ന പൂനിലാവുള്ള ആ രാത്രി മറിയയ്ക്ക് ഒരു മകൻ ജനിച്ചു. അവർ ശിശുവിനെ മൃദുലമായ തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാക്കുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും.
യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി ഹെരോദാവിന്റെ സന്നിധിയിൽ അവരെത്തിച്ചേർന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പറഞ്ഞതനുസരിച്ച് ക്രിസ്തു ജനിക്കുന്നത് യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ. നിങ്ങൾ ചെന്ന ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പി. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പി. ഹെരോദാവ് പറഞ്ഞതുപോലെ വിദ്വാൻമാർ പുറപ്പെട്ടു. അവർ നക്ഷത്രത്തെ അനുഗമിച്ചു. അവർ നക്ഷത്രം നോക്കി ശിശു ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിദ്വാൻമാർ അവർ കിഴക്ക് കണ്ട നക്ഷത്രത്തെ അനുഗമിച്ചുകൊണ്ടിരുന്നു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് അവനെ നമസ്കരിച്ചു. ദൂതന്മാർ അറിയിച്ചതനുസരിച്ച് ആട്ടിടയന്മാരും ശിശുവിനെ കാണുവാൻ യാത്ര തിരിച്ചു. അവരും വന്ന് ശിശുവിനെ അമ്മയോട് കൂടെ കണ്ട് വണങ്ങി അവനെ നമസ്കരിച്ചു. Sleep.